പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ജനറൽ നഴ്സിംഗ് കേരളത്തിൽ പഠിക്കുന്നതാണോ കേരളത്തിന്റെ പുറത്ത് പഠിക്കുന്നതാണോ നല്ലതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പോസിറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം, ലാംഗ്വേജിന് പ്രോബ്ലംസ് ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ നെഗറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും നഴ്സിംഗ് സ്കൂളുകളൊക്കെ മലയാളത്തിൽ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. കാര്യം സബ്ജക്റ്റ് സിലബസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണെങ്കിലും എക്സ്പ്ലനേഷൻസ് ബാക്കിയുള്ള ഡിസ്കഷൻസ് ഇതെല്ലാം തന്നെ മലയാളത്തിലാണ് മിക്കവാറും കാണാറുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് വേണ്ട നല്ല രീതിയിലുള്ള എക്സ്പോഷർ എല്ലാ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നും ലഭിക്കണമെന്നില്ല. ഉദാഹരണമായിട്ട് മിക്കവാറും 100 ബെഡിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഹോസ്പിറ്റലോടുകൂടി അനുവദിച്ചിട്ടുള്ള നഴ്സിംഗ് സ്കൂളുകളാണ് കൂടുതലായിട്ടും കേരളത്തിൽ കാണാറുള്ളത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ് ലഭിക്കുമെന്നല്ലാതെ കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഈ പറഞ്ഞ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസോട് കൂടി തന്നെയുള്ള അങ്ങനെയുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല. ഒരു ബേസിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽസ് മാത്രമായിരിക്കും കാണാറുള്ളത്. അപ്പം ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മാത്രമല്ല മൂന്നാമത്തെ ഒരു കാര്യം, മിക്കവാറും തന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എടുക്കാനായിട്ടാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എടുക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മിക്കവാറും എക്സാംസ് ഒക്കെ ഡിലേ ആയിട്ട് വരാറുണ്ട്. ഒരു പക്ഷേങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിലൊക്കെ എക്സാംസ് കണ്ടക്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ രജിസ്ട്രേഷൻസ് ഒക്കെ ആയി വരുമ്പോൾ ആ ഒരു വർഷം തന്നെ പോസ്റ്റ് ബേസിക് നഴ്സിങ്ങിന് ചേരാനുള്ള അവസരം നഷ്ടപ്പെടാറുണ്ട്. അതേസമയം കർണാടകയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ജൂൺ മാസത്തോടുകൂടി തന്നെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുകയും അങ്ങനെ ആ ഒരു ഇയറിൽ തന്നെ ഒക്ടോബറിലത്തേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിങ്ങിനുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോസിബിലിറ്റീസ് കിട്ടുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഏതാനും ചില നെഗറ്റീവ്സ് വരുന്നത്. അതേസമയം കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളിലേക്കുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻസ് കിട്ടുന്നതാണ്. നമുക്കറിയാം നഴ്സിംഗ് എല്ലാവരും പഠിക്കുന്നത് എബ്രോഡ് പോകുക എന്നുള്ളൊരു സ്വപ്നം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ലാംഗ്വേജ്, കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് പല കോളേജസിൻ്റെയും ഭാഗമായിട്ട് അവർ നൽകാറുണ്ട്. അപ്പോൾ കേരളത്തിലെ പോലെയല്ല, ഇപ്പം കേരളത്തിനേക്കാളും മോശമായിട്ടുള്ള കോളേജുകളും ഉണ്ടെന്നും കൂടെ ഓർമ്മിക്കുക. അത് നെഗറ്റീവ് സൈഡിലേക്ക് ഞാൻ പറയാം. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അക്കാഡമിക് ട്രെയിനിങ് ക്വാളിറ്റീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്ന നിരവധിയായിട്ടുള്ള കോളേജുകളും കേരളത്തിന് പുറത്തേക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി നേഴ്സായിട്ട് പുറത്തിറങ്ങുവാനായിട്ട് സാധിക്കുന്നതുമാണ്. മൂന്നാമത്തെ കാര്യം, മിക്കവാറും കോളേജുകളൊക്കെ തന്നെ ഫീസ് അഫോർഡബിലിറ്റി, അതുപോലെ തന്നെ ഫീസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനായിട്ടും എഡ്യൂക്കേഷൻ ലോൺ ഫെസിലിറ്റീസും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ രീതിയിൽ ഫീസ് അടച്ച് നമുക്ക് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം കേരളത്തിലൊക്കെ ആണെങ്കിൽ ടോട്ടൽ ഫീസ് പാക്കേജ് ആദ്യമേ തന്നെ ഫീസുകൾ ഓരോ വർഷം തുടക്കത്തിൽ തന്നെ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതേസമയം കേരളത്തിന് പുറത്തേക്കൊക്കെ ആണെങ്കിൽ ഫീസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പോലും അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി കോളേജുകളും അവൈലബിൾ ആണ്. അതേസമയം കേരളത്തിന് പുറത്തേക്ക് നോക്കുന്ന കോളേജസിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നല്ല ക്വാളിറ്റിയിൽ പോകുന്ന നിരവധി കോളേജുകൾ ഉണ്ടെങ്കിലും നിരവധിയായിട്ടുള്ള തട്ടിപ്പ് കോളേജുകളും കേരളത്തിന് പുറത്തേക്കുണ്ട്. അപ്പോൾ അവിടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഒക്കെ ഈ പറയുന്ന പോലെ അഡ്മിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതെ ഈ പറയുന്ന രീതിയിൽ പക്ക ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ഒത്തിരി മാനേജ്മെൻറ്റ് നഴ്സിംഗ് സ്കൂളുകളും കേരളത്തിന് പുറത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നെപ്പോലെയുള്ള നിരവധി എക്സ്പേർട്ടുകൾ നഴ്സിംഗ് ഫീൽഡിൽ തന്നെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പലയിടത്തും ഫുഡിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് നേരിടാറുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും വൈറ്റ് റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില കോളേജുകളിൽ ലഭിക്കുക. അപ്പോൾ ആ ഒരു ഫുഡ് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലായാലും ചില കോളേജുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കേരള കൾച്ചർ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കേരള ഫെസ്റ്റിവൽസ് ഒന്നും നമുക്ക് അവധികൾ കിട്ടണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിരവധിയായിട്ടുള്ള കോളേജുകളിൽ കേരള കൾച്ചറിൽ തന്നെ പോകുന്ന, ഇപ്പം കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളും കൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം ജനറൽ നഴ്സിംഗ് കോഴ്സുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക.
പിന്നെ കേരളത്തിൽ ഫീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50,000 തൊട്ട് 60,000 വരെയാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. ഇത് കൂടാതെ തന്നെ നമ്മൾ ഹോസ്റ്റൽ ഫീസ് ഇനത്തിലും ഏകദേശം ഒരു 70,000-75,000 രൂപയോളം നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെയാണ് പല കോളേജുകളിലും ഫീസുകൾ ചാർജ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ്സ്, ഓരോ കോളേജ് ടു കോളേജ് നമുക്ക് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കഴിവതും +2 ബയോളജി സയൻസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്, മുൻഗണന ലഭിക്കുന്നതാണ്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കാണെങ്കിലും വളരെ ലിമിറ്റഡ് സീറ്റുകളാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ജനറൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്, അത് കേരളത്തിൽ ഗവൺമെൻറ്റിലായിക്കോട്ടെ പ്രൈവറ്റിലായിക്കോട്ടെ കേരളത്തിന് പുറത്തേക്കാണെന്ന് നോക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് പഠിക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മളെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ ഏതാനും ചില കോളേജുകളിൽ സ്റ്റൈഫൻഡ് സ്കീമുകളിലും അഡ്മിഷൻസ് കൊടുക്കാറുണ്ട്. അപ്പം സ്റ്റൈഫൻഡോടുകൂടി തന്നെ, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു രീതിയിൽ സ്റ്റൈഫൻഡ് വാങ്ങി നമുക്ക് പഠിച്ചു പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സ്റ്റൈഫൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിരവധിയായിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ANM കോഴ്സുകളും അല്ലെങ്കിൽ GDA പോലെയുള്ള പല കോഴ്സുകളും എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ GDA എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ജനറൽ നഴ്സിംഗ് പോലെയുള്ള ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗ് കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാഫ് നേഴ്സ് കാറ്റഗറിയിൽ എൻട്രിങ് കോഴ്സാണ് ജനറൽ നഴ്സിംഗ് കോഴ്സ്. അതായത് ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ജനറൽ നഴ്സിംഗ്. നമുക്ക് PSC എക്സാംസ് എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോ ഒക്കെ പോകുമ്പോഴും BSc നഴ്സസിനോട് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിട്ടുള്ള സാലറിയാണ് നമുക്ക് ജനറൽ നഴ്സസിനും ലഭിക്കുക. അപ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കുന്നതാണോ ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ എടുക്കുന്നതാണോ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാരാമെഡിക്കൽ കോഴ്സുകൾ, അത് ഈവൻ BSc പാരാമെഡിക്കൽ പ്രോഗ്രാംസ് പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗ് കോഴ്സ് എടുക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് നിരവധിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നേഴ്സിംഗ് വിഭാഗത്തിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾ എടുത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ അത്രയും വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുകയില്ല. ഇപ്പോൾ പലയിടത്തും പാരാമെഡിക്കൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പ്രൈവറ്റ് മേഖലകളിലൊക്കെ വെറും 8,000-10,000 രൂപയ്ക്കൊക്കെയാണ് പലരും ജോലി ചെയ്തത്. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ജനറൽ നഴ്സിംഗ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.